ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അങ്കണത്തിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം 8:30 മണിക്ക്, അതായത് ശനിയാഴ്ച 8:30 മണിക്ക് ഞങ്ങൾ പള്ളിയിൽ പ്രെയർ ചെയ്ത് തിരിച്ച് ഇറങ്ങി വരുമ്പോൾ എനിക്ക് എതിരായിട്ട് മാരകായുധങ്ങളുമായിട്ട് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർ ആയിരുന്ന സൂസമ്മ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭർത്താവ് അമിതമായി മദ്യപിച്ച് എന്നെയും എൻ്റെ ഭാര്യയെയും അതിക്രമിച്ച് ആക്രമിക്കുകയാണ് ഉണ്ടായത്. അതിന് സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിരിക്കുന്നത് സമീപവാസിയായ അനിലെന്ന് പറയുന്ന ആളുടെ വീട്ടിൽ മദ്യപിച്ചിട്ടാണ് കയറി വന്നത്. സ്ഥിരം മദ്യപാനം അവിടെയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രെയർ കഴിഞ്ഞ് സ്കൂട്ടറിലേക്ക് കയറുമ്പോൾ ഞങ്ങളുടെ സ്കൂട്ടർ തള്ളിയിടുകയും ഞങ്ങൾ രണ്ടുപേരും അവിടെ വീഴുകയും തുടർന്ന് അവൻ ഇഷ്ടികയും കയ്യിൽ കത്തിയും കരുതിയിട്ടുണ്ടായിരുന്നു വന്ന് എന്നെ ആക്രമിക്കുകയും ആ ആക്രമണത്തിൽ എൻ്റെ നെഞ്ചിന് അഗാധമായ പരിക്കേൽക്കുകയും ആ സമയത്ത് എൻ്റെ ഭാര്യ കടന്നു വന്ന് എന്നെ രക്ഷിക്കുവാനായിട്ട് നോക്കിയപ്പോൾ എൻ്റെ ഭാര്യയെയും അവൻ തൊഴിച്ചു മാറ്റി. പിന്നീട് എൻ്റെ ഭാര്യയുടെ വസ്ത്രങ്ങൾ അറുതി പോലും കീറപ്പെട്ടു. അപ്രകാരം ഒരു വലിയ കോളിളക്കം അവിടെ സൃഷ്ടിക്കുകയുണ്ടായി. കൗൺസിലറുടെ ഭർത്താവെന്ന ബിനു ബാബു ഏതു സമയവും മദ്യപാനത്തിൻ്റെ അടിമയാണ്. മനഃപൂർവ്വം പ്രശ്നങ്ങളുണ്ടാക്കി എൻ്റെ ഭാര്യ കൗൺസിലറാണല്ലോ, എനിക്ക് എന്തും വാർഡിൽ ചെയ്യാം എന്നുള്ള ഒരു ഊങ്കോടെ, ഒരു ധാർഷ്ട്യത്തോടെ കടന്നു വന്നാണ് ഇന്നലെ രാത്രി 8:30 മണിയോടെ കൊട്ടാരക്കര പള്ളിയുടെ അങ്കണത്തിൽ വെച്ച്, ഔട്ട്സൈഡിലെ അങ്കണത്തിൽ വെച്ച് അടിയുണ്ടായത്. എനിക്ക് പരിക്കേൽക്കുകയും എൻ്റെ ശരീരം, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഞാൻ 24 കൊല്ലം ഇന്ത്യൻ ആർമിയിൽ സർവീസ് ചെയ്തു വന്ന ഒരു പട്ടാളക്കാരനാണ്. ഞാൻ രാജ്യസേവനം ചെയ്തു വന്ന ഒരാളാണ്. എന്നെ ആക്രമിക്കുവാൻ കരുതിക്കൂട്ടി ചെയ്ത ഒരു പരിപാടിയാണ്. അവർ എനിക്ക് വേണ്ടി യൂട്യൂബിലും മറ്റ് മീഡിയ മിഷനിലൊക്കെ കൊട്ടാരക്കര ചാനലിലൊക്കെ കൊടുത്തിരിക്കുന്നത് വ്യക്തിപരമായ ശുദ്ധമായ അസംബന്ധങ്ങൾ മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തൊന്നും ഒരു സത്യസന്ധതയുമില്ല. അവിടെ 10-50 ആൾക്കാർ കൂടി നിന്നിരുന്നു. അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ മൊഴികളെല്ലാം പറയും. അവിടെ നടന്നത് വാസ്തവമായിട്ടും മദ്യപിച്ച് അവിടെ ഒരു കോളിളക്കം സൃഷ്ടിച്ച് എന്നെ തകർക്കുക, എന്നെ ആക്രമിക്കുക എന്നുള്ള ഒരു ഏക ഉദ്ദേശത്തോടാണ് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലറായ സൂസമ്മ എന്ന വ്യക്തിയും അവരുടെ ഭർത്താവ് ബിനു ബാബു എന്ന വ്യക്തിയും കടന്നു വന്നത്. അപ്രകാരം ഒരു വലിയ ഒരു കോളിളക്കം സൃഷ്ടിച്ച് എന്നെ അവശനാക്കി. തുടർന്ന് ആളുകൾ എന്നെ എടുത്ത് കൊട്ടാരക്കര ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുവന്ന് ചികിത്സയിലേക്ക് പോവുകയും അവിടെ വന്ന് എൻ്റെ ഹൃദയത്തിന് ഏറ്റ പ്രതികൂല സാഹചര്യത്താൽ എന്നെ അപ്പോഴി തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഇന്ന് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇത് സംസാരിക്കുന്നത്. എൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പലതാണ്. അതെല്ലാം തരണം ചെയ്ത് ഞാൻ വന്നപ്പോഴാണ് ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ഇപ്രകാരം ഒരു ആക്രമണവും, എൻ്റെ ഭാര്യയുടെ മേളിൽ ഇപ്രകാരം ഒരു ആക്രമണവും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലറും കൊട്ടാരക്കര അവരുടെ ഭർത്താവും ചേർന്ന് എന്നോട് ചെയ്തിരിക്കുന്നത്. സത്യസന്ധത ഇത് തെളിയണം. ഈ സത്യസന്ധതയ്ക്ക് വേണ്ടി അങ്ങേയറ്റം വരെയും ഞാൻ പോരാടും. കാരണം ഞാനൊരു രാജ്യസേവകനാണ്. എൻ്റെ സേവനത്തിൽ നിങ്ങളിവിടെ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഉറങ്ങാതെ ഞാൻ ഉറക്കമൊഴിഞ്ഞ് സേവനം ചെയ്തിരിക്കുന്ന, അതിർത്തികളിൽ സേവനം ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. അവരൊരു പ്രതിനിധി എന്ന നിലയിൽ അവർ എൻ്റെ കൂടെ കാണിച്ചത് അങ്ങേയറ്റത്തെ, എൻ്റെ ഭവനത്തോടെ എൻ്റെയും എൻ്റെ ഭാര്യയോടും കാണിച്ച് അങ്ങേയറ്റത്തെ പ്രതികൂല സാഹചര്യമാണ് അവർ കാണിച്ചത്. ഇത് നിങ്ങളുടെ അറിവിലേക്കാണ് ഞാൻ വിട്ടിരിക്കുന്നത്. കാരണം എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ പരാതികളും, എല്ലാ തെറ്റായ ധാരണകളുമാണ് അവർ പറഞ്ഞ് മീഡിയയിൽ പരത്തിയിരിക്കുന്നത്. ഇത് നിങ്ങളുടെ അറിവിലേക്കാണ് ഞാനിപ്പോൾ പറയുന്നത്. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലെ 4-ാം വാർഡിലെ സൂസമ്മ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയാണ്. ഇന്നലെ കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ ഒരു ഇടവ മിഷൻ്റെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ കൺവെൻഷനോടനുബന്ധിച്ച് ഒരു ബിരിയാണി ചലഞ്ചും ഉണ്ടായിരുന്നു. എല്ലാവർക്കും സാധനമെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ബിരിയാണി ഒത്തിരി അധികം വന്നു. അന്നേരം ഇതിൻ്റെ സെക്രട്ടറിയായ പീറ്റർ ജോഷുവ എൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാവർക്കും ഇത് ആവശ്യമുള്ളവർ വാരിക്കൊണ്ട് പോകട്ടെ, അവരും ഇത് തിരിച്ചു കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം അവിടെ നിന്ന് 2-3 പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഇച്ചിരി എടുത്തു തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എടുക്കത്തില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാൻ പറഞ്ഞു.
അന്നേരം അവർ നിർബന്ധിച്ചപ്പോൾ ഞാൻ അന്നേരം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ 2-3 പേര് ചോദിക്കുക. അന്നേരം പറഞ്ഞു ബിനു അത് വാരി കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അത് കൊടുക്കുന്ന സമയത്ത് ഈ മർദ്ദിച്ച റോയി എന്ന് പറയുന്ന വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞു ഈ വാരി കൊണ്ട് പോക്കൊന്നും ഇവിടെ നടക്കത്തില്ല, അല്ലെങ്കിൽ നിനക്ക് ഇച്ചിരി കുഴപ്പം കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ഒരു കാരണമില്ലാതെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു അച്ഛാ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല, സെക്രട്ടറിയാണ് ഇത് പറഞ്ഞേക്കുന്നത്, ആവശ്യമുള്ളവർ കൊണ്ടുപോകാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് അവർ വാരിക്കൊണ്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ നോക്കുമ്പോൾ കാണാം പുള്ളി 2 കവറിനകത്ത് ബിരിയാണി വാരി വെക്കുന്നു. അന്നേരം ഞാൻ പറഞ്ഞ് അച്ഛനെ എന്തും ഇത് കാണിക്കുന്നത്, അച്ഛനെ എന്തും കാണിക്കാമോ എന്ന് ചോദിച്ചപ്പം പിന്നെ ഒന്നും പറഞ്ഞില്ല, പുള്ളി എൻ്റെ ദേഹത്ത് ഇടിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി പുറത്ത് നിന്ന സമയത്ത് ഞാൻ പുള്ളിയെടുത്ത് ഞാൻ ചോദിച്ചു അച്ഛാ എന്തിനാ എന്നെ ഇടിച്ചാന്ന് ചോദിച്ചു. ഇടിച്ചാൽ നീ എന്തോ ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും പുള്ളിയായിട്ട് മൽപ്പിടുത്തം നടന്നു. ഈ പിടിക്കുന്ന സമയത്ത് ഞാൻ ഒരു മതിലുമായിട്ട് ഒരു വസ്തുവിലോട്ട് വീണു. അന്നേരം എൻ്റെ പുറത്ത് പുള്ളി ഇരുന്ന് എന്നെ ഇടിക്കുക. ആ ഇടിക്കുന്ന സമയത്ത് ഇവള് വന്ന് പിടിച്ച് മാറ്റി എന്നെ അച്ഛനെ ഇടിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് മാറ്റുന്ന സമയത്ത് അവൾ പിടിച്ചിട്ട് എണ്ണീറ്റില്ല. അന്നേരം നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് മാറ്റുന്ന സമയത്ത് ഇവൾ മാറിയിരിക്കുമായിരുന്നു. മാറിയ സമയത്ത് ഈ റോയി എന്ന് പറഞ്ഞ വ്യക്തി പെട്ടെന്ന് വന്ന് കൗൺസിലറെ ഇടിക്കുമായിരുന്നു, ഒരു കാര്യമില്ലാതെ ഇടിക്കുകയും പിന്നെ വസ്ത്രങ്ങൾ വലിച്ച് ഇവിടെ ബ്ലൗസിൻ്റെ ആ ഭാഗമൊക്കെ കീറുകയും പിന്നെ അടിവയറിൽ ഇടിക്കുകയൊക്കെ ചെയ്തത്. മുഖമെല്ലാം കൂടെ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നും. ആ രീതിയിൽ മർദ്ദിക്കുകയും ചെയ്തു. നമ്മൾ ഉടനെ ഇവിടെ അഡ്മിറ്റായി. യാതൊരു കാരണമില്ലാതാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. ഇതിന് മുമ്പ് ഇവൻ്റെ പേര് നമ്മൾ കേസ് കൊടുത്തതാണ്. ഒരു മീറ്റിങ്ങിൽ വെച്ച് വാടിയ പൊടി എന്നുള്ള വിളിയും ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ നീ ആന്നോടി കൗൺസിലർ എന്നൊക്കെ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നമ്മളിന്ന് സ്റ്റേഷനിൽ പരാതി കൊടുത്തവൻ പറഞ്ഞു ഇനി മേലെ ഇത് ആവർത്തിക്കരുത്, ഇനി മേലെ മെമ്പറുമായിട്ട് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവരുതെന്ന് സിയുടെ മുമ്പിൽ വാക്ക് പറഞ്ഞ വ്യക്തിയാണ് ഇന്നലെ ഇടിച്ചത്. അഡ്മിറ്റാണ്. ഇപ്പം FIR എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നിയമ നടപടികൾ ഇപ്പം പോലീസ് തുടങ്ങി. പോലീസ് നമ്മുടെ പള്ളിയുടെ ആ ഭാഗത്തൊക്കെ വടക്കാറുന്ന ഭാഗത്തൊക്കെ വന്ന് പിന്നെ തെളിവെടുത്തിട്ടുണ്ട്. അവരിവിടെ വന്ന് മകസറൊക്കെ എഴുതി FIR ഒക്കെ ഇട്ടിട്ടുണ്ട്. പ്രതി എന്ന് പറയുന്നത് നടുക്കുന്നിലെ റോയി എന്ന് പറയും. ഇപ്പം പുള്ളിയെപ്പറ്റി ഇപ്പം നമുക്കറിയത്തില്ല. അവളിവിടെ ഹോസ്പിറ്റലിലാണ്. പുള്ളി മിലിറ്ററിയാണ്, എക്സ് മിലിറ്ററിയാണ്. പുള്ളിക്ക് അതിൻ്റെ ആ കോട്ടയൊക്കെ കിട്ടുന്ന സമയത്തുള്ള ഓരോ വികൃതങ്ങളായിരിക്കും ഇപ്പം കാണിക്കുന്നത്. പക്ഷേ അതിനെപ്പറ്റി ഒന്നും അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അന്വേഷണം നടക്കുന്നുണ്ട്. നമ്മൾ DSPക്ക് കൊടുത്തു, SPക്ക് അറിയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടു. പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നമ്മളെ പരാതി കൊടുത്തിട്ടുണ്ട്.